പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഏപ്രിൽ മാസം 22-ാം തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമായി ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏറ്റവും ധന്യമായ ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം. 1 Corinthians chapter 6 verse 14 നാം ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കും. കൊരിന്ത് സഭ ആ കാലഘട്ടത്തിലെ വളരെ ശക്തമായ ഒരു സഭയായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. അന്നത്തെ കൊരിന്ത് വ്യാപാര, വ്യവസായ, വാണിജ്യ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ഔന്നത്യം പുലർത്തിയ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് അവിടുത്തെ സഭയ്ക്കും സാമ്പത്തികമായും സാമൂഹികമായും ആൾബലമായും ഒക്കെ ശക്തിയുണ്ട്. എന്നാൽ അതോടൊപ്പം ഒരു വലിയ കുഴപ്പവും നിലനിൽക്കുന്നുണ്ട്. ആ പ്രദേശത്ത് നിലകൊള്ളുന്ന അനാവശ്യങ്ങൾ, അനാചാരങ്ങൾ ഒരു ദൈവസഭയ്ക്ക് ഒരിക്കലും പാടില്ലാത്ത പലതും സഭയ്ക്കകത്ത് എല്ലാവരിലും അല്ലെങ്കിൽ പോലും നിലനിന്നിരുന്നു. ഇതിനെ പൗലോസ് വളരെ ശക്തിയോടെ എതിർക്കുകയും വളരെ ഉപദേശരൂപേണ ശാസിക്കുകയും ചെയ്തു. അത് അവരുടെ ദൈനംദിന ജീവിത കാര്യങ്ങളെയൊക്കെ ബന്ധപ്പെടുത്തി ഈ 1-ാം ലേഖനത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ വളരെ ശക്തമായി പൗലോസ് പരാമർശിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ശരീരങ്ങൾ ദുഷ്പ്രവർത്തിക്കും ദൈവഹിതം അല്ലാത്തതിനും ഉപയോഗിക്കേണ്ടതല്ല. അത് ദൈവരാജ്യ മഹത്വത്തിനു വേണ്ടിയാണ്. എന്തുകൊണ്ട്? സ്വർഗത്തിലെ ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചതുപോലെ തൻ്റെ ശക്തിയാൽ നമ്മെ ഓരോരുത്തരെയും ഉയർപ്പിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ശരീരം ദൈവഹിതമല്ലാത്തതിന് വിട്ടുകൊടുക്കുവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നാം ഈ ഉയർത്തെഴുന്നേൽപ്പിൽ പങ്കാളികൾ ആവുകയില്ല. ഈ ശക്തമായ സന്ദേശം അവരെ ബോധ്യപ്പെടുത്തുവാൻ പൗലോസ് ഉപയോഗിച്ച വളരെ ലളിതവും അർത്ഥസമ്പുഷ്ടവുമായ ഒരു വാക്യമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായ 14-ാം വാക്യം. ഇതിൽ കൂടെ ഈ സന്ദേശം നാം ഉൾക്കൊള്ളുക മാത്രമല്ല, നാം ഓരോരുത്തരും വർഷാവർഷം നോമ്പുകളും സഭയുടെ പഠിപ്പിക്കലുകളും ആരാധനകളും അനുഷ്ഠാനങ്ങളും ആചരണങ്ങളിലും മാത്രം തൃപ്തിയടഞ്ഞ് ഇരിക്കുന്നവരാകരുത് എന്നുള്ള വളരെ പരോക്ഷവും എന്നാൽ വ്യക്തവുമായ ഒരു വലിയ സന്ദേശം കൂടെ നൽകുന്നു. എല്ലാ വർഷവും കഷ്ടാനുഭവ ആഴ്ചയും ഈസ്റ്ററും ആചരിച്ചു, ആരാധന കൂടി പ്രാർത്ഥിച്ചു. അത് ആചരിക്കുന്നവർ ആചരിക്കുന്നു, അല്ലാത്തവർ ആചരിക്കുന്നില്ല. പക്ഷേ ഇതിനകത്തിൽ ഒന്നുമല്ല കാര്യമിരിക്കുന്നത്.
സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തിയാൽ എന്നെയും നിങ്ങളെയും ഉയർപ്പിക്കുന്ന ഒരു ദൈവമാണ്. ആ ഉയർപ്പിൽ ഞാനും നിങ്ങളും ഉണ്ടാകുമോ? അത് നോമ്പ് എടുത്തോ എടുത്തില്ലയോ, വലിയ വെള്ളിയാഴ്ച ആചരിച്ചോ ആചരിച്ചില്ലയോ, ഈസ്റ്റർ നിങ്ങൾക്കുണ്ടോ ഇല്ലയോ, ക്രിസ്തുമസ് നിങ്ങൾ കൊണ്ടാടുന്നുണ്ടോ കൊണ്ടാടുന്നില്ലയോ, ഇതൊന്നും ഇവിടെ വിഷയമല്ല. ഇവിടുത്തെ പ്രധാന വിഷയം കർത്താവിനെ എങ്ങനെ പിതാവാം ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചോ അതുപോലെ നമ്മെയും ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടതാകുന്നു. അതിനാൽ ഞാനും നിങ്ങളും അത് മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കണമെന്നുള്ള വളരെ ശക്തമായ താക്കീത് പൗലോസ് നൽകുകയാണ്. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ഇതിൽ കൂടെ നമുക്ക് നൽകപ്പെടുന്ന മറ്റൊരു സന്ദേശം കൂടെ ഉണ്ട്. നാം ഈ ലോകത്തിന്റെ ചിന്തകളിൽ മുഴുകി രോഗം, ദുഃഖങ്ങൾ, ജോലികൾ, വീടുവെപ്പ്, കുഞ്ഞുങ്ങളുടെ പഠനം, അവരുടെ ഭാവി, ഉയർന്ന കമ്പനിയിലെ ജോലി, വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്ര, തക്ക സമയത്തുള്ള വിവാഹം, അവരുടെ തലമുറ, ആ തലമുറയെ പഠിപ്പിക്കൽ, പിന്നെ അവരുടെ മക്കൾ എന്നു വേണ്ട ഒരിക്കലും അവസാനിക്കാത്ത നമ്മുടെ സ്വപ്നങ്ങളും ചിന്തകളും വിചാരങ്ങളുമായി നമ്മൾ ഈ ഭൂമിയിൽ കൂടാനുള്ളവരാണോ? ഇത് ഇന്നത്തെ ഒരു ക്രിസ്ത്യാനിയുടെ ശീലമായി മാറിയിരിക്കുകയാണ്. ഇനി നമ്മൾ എന്നാണ് നമ്മുടെ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്നത്? നമ്മൾ അവരവരുടെ പ്രായം അനുസരിച്ച് എത്തി, ബാക്കിയുള്ളവര് അവരവരുടെ കാര്യം നടത്തട്ടെ. നമ്മളിനിയും നമ്മുടെ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുക. കർത്താവ് തന്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ ഞാൻ അതിനകത്തിൽ ഉണ്ടാവണ്ടേ? വീടും വീട്ടുകാരും നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തനവും സഭാപ്രവർത്തനവും മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും ഒക്കെയുള്ള വിചാരങ്ങളും ഇതുകൊണ്ടൊക്കെ ജീവിക്കുന്നതാണോ ജീവിതം? ഇത് ഈ ലോകത്തിന്റെ ജീവിതമാണ്. നിത്യതയെക്കുറിച്ച് ഒരു വിചാരവുമില്ലാത്ത ജീവിതമാണ്. പിന്നെ ദോഷം പറയരുതല്ലോ. മുടങ്ങാതെ പള്ളിയിൽ പോകുന്നു, ആരാധനയ്ക്ക് പോകുന്നു, കർത്തൃമേശ കൈക്കൊള്ളുന്നു, കുടുംബ പ്രാർത്ഥന നടത്തുന്നു, ഒറ്റയ്ക്കും കൂട്ടവുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നു, ചടങ്ങുകൾ കൃത്യമായി നടക്കുന്നുണ്ട്. പക്ഷെ വ്യക്തിപരമായി കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എത്രത്തോളം ദൃഢതയുണ്ട്, ഉറപ്പുണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യമായ മറുപടി നമുക്കില്ല. കാരണം നമുക്ക് അതിനെക്കുറിച്ച് ഒരു വിചാരവുമില്ല. നമ്മുടെ ചിന്തകളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആശകളും നമ്മുടെ വിചാരങ്ങളും മറ്റെന്തിലൊക്കെയോ എന്നേ കുരുങ്ങി കിടക്കുകയാണ്. അതുകൊണ്ട് പൗലോസ് വളരെ ശക്തമായി കൊരിന്ത സഭയ്ക്ക് തന്റെ ഒന്നാമത്തെ കത്തെഴുതുമ്പോൾ പറയുകയാണ്, പ്രിയമുള്ളവരെ, നിങ്ങൾ താന്താങ്ങൾക്ക് ഉള്ളവരല്ല. നിങ്ങളുടെ ശരീരം ഇങ്ങനെ വൃത്തിഹീനമാക്കരുത്. ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ തന്റെ ശക്തിയാൽ നമ്മെയും ഉയർപ്പിക്കേണ്ട ഒരു ശരീരം, ഒരു ജീവിതമാണ് നമുക്കുള്ളത്. അതിനെ നിങ്ങൾ ഒരു വിധത്തിലും നഷ്ടപ്പെടുത്തരുത്. ഇത് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. ഈ വാക്യങ്ങൾ, ഈ ഭാഗങ്ങൾ വ്യക്തമായി നാം പഠിച്ചിട്ട് വേണം 1 തെസ്സലോനി 14, 16, 17 ഒക്കെ പറയാൻ. ആ വാക്യമൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ ആത്മീയവും ആത്മാവും ആവേശവുമുണ്ട്. പക്ഷേ ആ വാക്യം നമ്മിൽ നിറവേറുമോ? കർത്താവിന്റെ കാഹളധ്വനിയിൽ മുൻപേ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന്.
ക്രിസ്ത്യാനി ഉയർത്തെഴുന്നേൽക്കുമെന്ന് വേദപുസ്തകം പറഞ്ഞിട്ടില്ല. അതിന് ഏത് സഭയിലെയും ആയിക്കൊള്ളട്ടെ, ഏത് വലിയ സുവിശേഷകരുമായിക്കൊള്ളട്ടെ, എത്ര വലിയ ഉന്നത കുലജാതരെന്ന് പറയുന്ന ആളുകളുമായിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനി ഉയർക്കുകയില്ല. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും. എങ്ങനെയാണ് ക്രിസ്തുവിൽ മരിക്കുക? ക്രിസ്തുവിൽ ജനിച്ച ഒരാൾ, ക്രിസ്തുവിൽ ജീവിച്ച ഒരാൾ നിശ്ചയമായും ക്രിസ്തുവിൽ മരിക്കും. അത് അവരവര് പോകുന്ന സഭയുടെ ചട്ടങ്ങൾ പ്രമാണിച്ചാൽ ക്രിസ്തുവിൽ ജനിക്കുവാൻ വഴിയില്ല. ക്രിസ്തുവിൽ ജനിക്കണമെങ്കിൽ വചനം വ്യക്തമായി പഠിച്ച് വചനപ്രകാരം നാം ജനിക്കണം, വചനപ്രകാരം ജീവിക്കണം. അങ്ങനെയുള്ളവർ ക്രിസ്തുവിൽ മരിക്കും. അവരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. അവരെയാണ് ദൈവം തന്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പൗലോസിൽ കൂടെ കൊരിന്ത് സഭയോട് പറയുന്നത്. അതുകൊണ്ട് അവരവരുടെ സഭകളിൽ പോകണ്ട എന്നോ ശുശ്രൂഷകളിൽ പങ്കുചേരണ്ടായോ എന്നോ അല്ല ഞാൻ അർത്ഥമാക്കിയത്. അവിടെ കെട്ടപ്പെട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുമോ എന്ന് സ്വയം ചിന്തിക്കണമെന്ന് കൊരിന്ത് സഭയോട് പൗലോസ് പറഞ്ഞത് 2025 ഏപ്രിൽ 22 പരിശുദ്ധാത്മാവ് നമ്മോടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു വ്യക്തമായ മറുപടി എനിക്കുണ്ടോ? ഇല്ല എങ്കിൽ ഉത്തരം കണ്ടെത്തണം. അതെ, നിശ്ചയമായും ഞാനും ആ പൊൻപുലരിയിൽ പ്രിയം വെച്ച മണവാളനോടുകൂടെ ഉണ്ടായിരിക്കും. ആ ഒരു ഉറപ്പ് നമ്മുടെ ഇന്നിന്റെ എല്ലാ പ്രശ്നങ്ങളും മറക്കുവാൻ ഇടയാക്കും. ഇന്നിന്റെ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുകയില്ല. കാരണം നമുക്കൊരു തിരിച്ചറിവുണ്ട്. ഞാൻ ഇതിനു വേണ്ടിയല്ല ജീവിക്കുന്നത്, ഇതല്ല എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, എനിക്ക് മറ്റൊരു ലക്ഷ്യമുണ്ട്. അതെ, വചനം പറയുന്നു, കൊക്കും മീവൽ പക്ഷിയും തന്റെ കാലമറിയുന്നു, എന്റെ ജനമോ അറിയുന്നില്ല. ഇതല്ലേ ഇന്നത്തെ ക്രൈസ്തവ ജനതയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. അതെ, പക്ഷികൾ പോലും അതിന്റെ മടങ്ങിപ്പോക്കിനുള്ള കാലമറിയുമ്പോൾ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ചിരിക്കുന്ന സകല ബഹുമാനവും തേജസ്സും അണിയിച്ചിരിക്കുന്ന വിവേകപൂർണനായ മനുഷ്യൻ അതറിയുന്നില്ല. കാരണം ഈ ലോക ചിന്തകളിൽ മുഴുകിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ ജീവജലം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, എന്റെ യുവജന സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ, എനിക്കും ഒരു നാൾ കർത്താവിനോടുകൂടെ ചേരണം. അതിന് ഇന്നത്തെ എന്റെ പോക്ക് യോഗ്യമാണോ? ഞാൻ എത്തുമോ? ഇത് സ്വയം ഉത്തരം കണ്ടെത്തി പരിശുദ്ധാത്മാവ് കുറവുണ്ടേ എന്ന് അവരവരെ തോന്നിപ്പിക്കുന്നുവെങ്കിൽ മുഴങ്കാല് മടക്കുക, സമർപ്പിക്കുക, യഥാസ്ഥാനപ്പെടുക. നമ്മുടെ യാത്ര സുഗമമാക്കുവാൻ വചനം പറയുന്ന നിയമങ്ങൾ പാലിക്കുക, ഉറപ്പാക്കുക. സന്തോഷത്തോടെ കർത്താവ് തരുന്ന ആയുസ് കർത്താവിനോട് ചേർന്ന് ജീവിക്കുക. അങ്ങനെ വചനം പറയുന്ന, കർത്താവ് ആഗ്രഹിക്കുന്ന ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി ഉയർത്തെഴുന്നേറ്റ കർത്താവിനോട് കൂടെ യുഗായുഗങ്ങൾ നിത്യതയുടെ തുറമുഖത്ത് വസിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം.
ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ ലോകത്തിനുള്ളവരല്ല എന്നും ഞങ്ങളുടെ ശാശ്വതമായ ദേശം ഇവിടെയല്ല എന്നും അതുകൊണ്ട് ഞങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണമെന്നും വചനപ്രകാരം ഇന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. ഞങ്ങളുടെ ശരീരങ്ങൾ അവിടുന്ന് ഉയർപ്പിക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം ഒരുക്കമുള്ളവരായി ജീവിപ്പാൻ പൗലോസിൽ കൂടെ ഇന്ന് ഞങ്ങളെ താക്കീത് ചെയ്ത് ഓർമ്മപ്പെടുത്തിയല്ലോ. ഈ ലോകത്തിന്റെ വിചാരങ്ങൾ, ചിന്തകൾ, ഭാരങ്ങൾ, ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ ഞങ്ങളുടെ നിത്യജീവൻ നഷ്ടപ്പെടുത്തുവാൻ ഇടയാക്കരുത്. ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിന് ഇതൊന്നും ഒരു വിഘ്നമാകുവാൻ ഇടയാകരുത്. ദൈവവചനം കേൾക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണമേ. അവരവരുടെ ജീവിതത്തോട് വ്യക്തമായ ചോദ്യങ്ങളോടുകൂടി ഉത്തരം കണ്ടെത്തി ഞങ്ങളുടെ കുറവുകൾ, പോരായ്മകൾ വചനപ്രകാരം നികത്തി അങ്ങയോടെ ചേർന്ന് ജീവിച്ച് നിത്യത തുറമുഖത്ത് എത്തിച്ചേരുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശുമശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ പ്രശ്നമില്ലാത്ത, വിഷമമില്ലാത്ത, ഭാരമില്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. എന്നാൽ അതിനെ അതിജീവിക്കുന്നതാണ് ദൈവവചനവും ദൈവശക്തിയും. അതുകൊണ്ട് നമ്മെ എന്താണ് കീഴ്പ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് സ്വയം വിലയിരുത്തുക, കണ്ടെത്തുക. എന്നിട്ട് എൻ്റെ ജീവിതം കർത്താവിനോടുകൂടെ ആയിരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ ഈ ലോകത്തിന്റെ പ്രശ്നങ്ങൾ നമ്മെ അലട്ടാതെ നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ തന്റെ ശക്തിയാൽ നമ്മെ ഉയർപ്പിക്കുമ്പോൾ നിശ്ചയമായും ഞാനും ആ ഗണത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് പ്രാർത്ഥനാപൂർവ്വം മുൻപോട്ട് പോകുവാൻ ഇന്നത്തെ ദിനം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. അതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ താഴ്ത്തിയേൽപ്പിക്കാം. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.